അടിമാലിയുടെ ദേശപ്പെരുമയേറ്റി ശാന്തിഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായുള്ള മഹാ അന്നദാനം. മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴും ഒന്നാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല. ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിൽ ആഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ് പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ. അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോഴും ഒന്നാം ഉത്സവം മുതൽ അടിമാലിയുടെ വിശപ്പകറ്റിക്കൊണ്ടിരിക്കുന്ന അന്നദാന മണ്ഡപത്തിലെ തിരക്കിന് തെല്ലും കുറവില്ല. ആഘോഷങ്ങളും കലാപരിപാടികളും ഉത്സവപ്പറമ്പിനെ ആവേശത്തിലാഴ്ത്തുമ്പോഴും തിരക്കിൽ നിന്നൊഴിഞ്ഞ പൂരപ്പറമ്പിലെത്തുന്ന ആയിരങ്ങളുടെ വയറ് നിറയ്ക്കാനുള്ള നിർത്താതെയുള്ള ഓട്ടത്തിലാണ് ഭക്ഷണ കമ്മിറ്റിക്കാർ. രാവിലെ പ്രഭാത ഭക്ഷണം, ഉച്ചയ്ക്കും വൈകിട്ടും സ്വാദുമുറ്റിയ ഊണ. ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി അടിമാലി ശാന്തഗിരി മഹേശ്വര ക്ഷേത്രത്തിലെ ഊട്ടുപുര ഉണർന്നിട്ട 4 ദിവസങ്ങൾ പിന്നിടുകയാണ്. മുൻകാലങ്ങളിൽ എന്നോ പൂർവികർ തുടങ്ങിവെച്ച അന്നദാനത്തെ മഹാദാനമായി കണ്ട് ക്ഷേത്രത്തിലെ പുതുതലമുറക്കാർ ഇന്നും പതിവ് മുടക്കാതെ മുമ്പോട്ട് പോകുന്നു. മുഴുവൻ ഭക്തജനങ്ങൾ വരുന്ന മുഴുവൻ ആളുകൾക്കും സമൃദ്ധമായ രീതിയിൽ ഈ പ്രസാദൂട്ട് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും എല്ലാ ഭക്തജനങ്ങളുടെയും ഒരു സഹകരണം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത്. ഏറ്റവും ശുചിയായ സാഹചര്യത്തിൽ കുടിവെള്ളം പോലും പരിശോധനയ്ക്ക് വിധേയമാക്കിയതാണ്. ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്നത് ഹെൽത്ത് കാർഡൊക്കെ എടുത്തിട്ടുള്ള വ്യക്തികളാണ്. പരിസരമൊക്കെ ഏറ്റവും ക്ലീനായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാനായിട്ട് പരമാവധി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അഭൂതമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും പെടുന്ന ആളുകളുടെ ഒരു സഹകരണമാണ് ഈ അന്നദാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ പൂരപ്പറമ്പിലെത്തുന്ന ഉത്സവ പ്രേമികളുടെ മനവും വയറും നിറച്ചാണ് സംഘാടകർ മടക്കി അയക്കാറ്. ക്ഷേത്രത്തിലെ ഉത്സവ ആഘോഷങ്ങളിൽ പ്രധാനമാണ് അന്നദാനമെന്നു മാത്രമല്ല, നാനാജാതി മതസ്ഥരുടെ കൂടിച്ചേരലിനും അന്നദാനപ്പുര സാക്ഷിയാകുന്നു. ആട്ടവും പാട്ടും മേളവുമായി ഉത്സവപ്പറമ്പ് തിരക്കിലമരുമ്പോഴും അന്നദാനപുരിയിലെയും പാചകപ്പുരിയിലെയും താളത്തിനും ഭാവത്തിനും മാറ്റമില്ല. പുലർച്ചെ 4 മണി മുതലേ പാചകപ്പുര തിരക്കിലമരും. ഉത്സവ നടത്തിപ്പുകാർക്ക് പുറമെ അടിമാലിയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്നു പോലും പാചകത്തിൽ പങ്കുചേരാൻ ഭക്തർ മഹാദേവ സന്നിധിയോട് ചേർന്ന അന്നദാനപുരയിലെത്താറുണ്ട്. ദിവസവും 5000-ലധികം ആളുകളാണ് ക്ഷേത്ര സന്നിധിയിലെത്തി വിശപ്പകറ്റി മടങ്ങുന്നത്. ആളെത്ര അധികമായാലും ഭക്ഷണത്തിന്റെ അളവിൽ സംഘാടകർ തെല്ലും കുറവ് വരുത്തില്ല. ഭക്ഷണം കഴിക്കാൻ എത്തുന്നവരുടെ ആത്മസംതൃപ്തിയാണ് അന്നദാനപുരയുടെ ആവേശം.